പേരശ്ശന്നൂർ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ പണി പൂർത്തീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 5-ന് നടക്കും. വൈകിട്ട് 6-ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകുന്നേരം 6-ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. MLA ആബിദ് ഹുസൈൻ തങ്ങൾ, KP അലി മുസ്ലിയാർ വളപുരം, മഹല്ല് ഖത്തീബ് യൂനിസ് ഫൈസി, വിവിധ രംഗത്തെ സംഘടനാ നേതാക്കൾ എന്നിവർ സംബന്ധിക്കും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല ഇതര മതസ്ഥർക്ക് കൂടി വളരെ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സ്വതന്ത്രമായ കെട്ടിടമാണ് നമ്മുടെ ഓഡിറ്റോറിയം. എല്ലാ ആഘോഷ പരിപാടികളും വിപുലമായി നടത്താൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ നാട്ടിലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാമെന്നാണ് മഹല്ല് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. വിശാലമായ സൗകര്യം, കോൺഫറൻസ് ഹാൾ, എല്ലാത്തിനും സൗകര്യപ്പെടുന്ന വിശാലമായ ഒരു ഓഡിറ്റോറിയമാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ മഹല്ലിന്റെ കാളിയാണ്, അദ്ദേഹമാണ് നിർവഹിക്കപ്പെടുന്നത്. വേദിയിൽ അവിടുത്തെ പൂർവ്വ മുദരിസായിരുന്ന വളപുരം അൽബൂസിലർ, സ്ഥലം മുദരിസ് യൂനിസ് ഫൈസി, MLA ആബിദ് ഹുസൈൻ തങ്ങൾ. PM ഓഡിറ്റോറിയം എന്ന പേരിലാണ് കെട്ടിടം അറിയപ്പെടുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെയും കിടപ്പ് രോഗികളുടെയും മറ്റും പരിപാടികൾക്ക് ഫീസിൽ ഇളവ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ മെഡിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുക, അല്ലെങ്കിൽ പാവങ്ങളുടെ സഹായിക്കുക, അവരുടെ സഹായത്തിനൊത്ത് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട എത്തിയമായ കുട്ടികൾ, അതായത് അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത അനാഥകളായ കുട്ടികൾക്ക് ആ കുടുംബത്തെ കൂടെ നിർത്തുന്നതിനും ചേർത്ത് പിടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ്. ഇതിൽ കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് പരിധികൾക്കുള്ളിൽ നിന്ന് അവർക്ക് കഴിയാൻ പറ്റുന്നത് ചെയ്തു കൊടുത്ത് പാവങ്ങളെ കൂടി കൂടെ നിർത്തുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇത് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം ഞങ്ങളത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കാരണം വലിയ ഒരു തുക കൊടുത്ത് ഇങ്ങനെ ഒരു പരിപാടികൾ നടത്താൻ പറ്റാത്തവർ കൂടി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കഴിവിന്റെ പരമാവധി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അവരെ കൂടി കൂടെ നിർത്തുവാനാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി PK സൈനുദ്ദീൻ ഹാജി, കമ്മിറ്റി അംഗങ്ങളായ VP മുഹമ്മദ് അലി, VT റസാഖ്, M ഷെരീഫ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP അഹമ്മദ് ഫൈസി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.